എവിടെയെങ്കിലും നമ്മളെ മനസ്സ് ഇടറി പോകുമല്ലേ. നമ്മുടെ മനസ്സ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കാം. പക്ഷേ നമ്മുടെ മനസ്സ് എവിടെയെങ്കിലൊക്കെ ഇടറാറില്ലേ? അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ പറയാട്ടോ. അത് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്ത് ചെയ്താലും അതിലൊന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത് കേട്ടോ. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ പലർക്കും പലത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യെങ്കിലും നമ്മൾ പിന്നീട് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തിട്ട് അവരൊന്നും തന്നില്ലല്ലോ, ഒന്നും ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും നമുക്ക് സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റില്ല. നമ്മൾ അത് തന്നെ ഇങ്ങനെ ഇടറിക്കൊണ്ടിരിക്കുന്നാലും എന്നോട് അങ്ങനെ എനിക്ക് അത് തന്നില്ലല്ലോ അല്ലെങ്കിൽ അത് ചെയ്തില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിട്ട് കേട്ടോ. പിന്നെ പഴയ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ചിരുന്ന് നിങ്ങളുടെ ടൈം കളയരുത്. കാരണം പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇപ്പോഴും വിഷമിക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ ടൈം വെറുതെ പാഴാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മനസ്സൊരു സ്ട്രോങ് ആയ മനസ്സില്ല. നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് എന്റെ ലൈഫിൽ നിന്ന് പോയി, ഇനി അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും. ഒരു തവണ തോറ്റെന്ന് കരുതിയിട്ട് പിന്മാറരുത്. നമ്മുടെ ലൈഫിൽ തോൽവി എന്നുള്ളത് അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. ഇപ്പൊ ഏറ്റവും ഉയർന്ന സക്സസ് ആയി നിൽക്കുന്ന വ്യക്തിയുടെ ലൈഫിലും തോൽവികൾ ഇപ്പോഴും ഉണ്ട്, ഉണ്ടായിക്കൊണ്ടേ ഇനിയും ഇരിക്കും, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓരോ തോൽവി കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി പ്രയത്നിക്കും, കുറച്ചും കൂടി നമ്മൾ സ്ട്രോങ് ആവും, എന്നിട്ട് നമ്മൾ പിന്നീട് നമ്മൾ വിജയിക്കാം. അപ്പൊ വിജയം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫെയിലിയർ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ തോൽവി എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ എന്നെ കൊണ്ട് ഇനി ഇത് പറ്റില്ല, ഞാൻ ഇത് ചെയ്യില്ല എന്നിട്ട് പറഞ്ഞ് പിന്മാറാൻ പാടില്ല. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, എന്നാലും ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം നിങ്ങൾ എടറി പോകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ചില ആൾക്കാർ പറയല്ലേ, ഇപ്പം എനിക്ക് താല്പര്യം ഫിലിമിലാട്ടോ, കുറച്ചിനെ പറയാം എനിക്കിപ്പോ ഫിലിം ഒന്നും താല്പര്യമില്ല, എനിക്ക് മറ്റൊരു ഫീൽഡാണ്. നമുക്കൊരു ലക്ഷ്യം ഇല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ എടറി കളിക്കില്ല. അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിന്റെ കൂടെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ആ ലക്ഷ്യം നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല. നിങ്ങളൊരു സ്ട്രോങ് മൈൻഡുള്ള പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ മുമ്പിൽ എത്ര തളർച്ച ഉണ്ടായാലും എത്ര വീഴ്ച ഉണ്ടായാലും ആ ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ.